ഹലോ, നമസ്കാരമുണ്ട് എല്ലാവർക്കും. ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എപ്പോൾ നോക്കിയാലും രാഹുലിൻ്റെ ഗർഭത്തിൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊരു 4 വാക്ക് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലാർക്കും പാർട്ടിപരമായിട്ടോ പറയുമ്പോൾ ആർക്കെങ്കിലും പൊള്ളുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. കാരണം ചെയ്തവർക്കാണ്, കുമ്പളങ്ങ കേട്ടവർക്ക് തോള് കപ്പുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ആ കാര്യം. അപ്പം ഞാനിപ്പോൾ നേരത്തെ കൂട്ടി പറയാൻ വന്നത്, ഈ ചാനലുകാർക്ക് എത്രയോ നല്ല കാര്യങ്ങൾ എഴുതാനുണ്ട്, എത്രയോ പറയാനുണ്ട്. ഭരണപക്ഷത്തിൻ്റെ നിന്ന് കാശും വാങ്ങിയിട്ട് രാഹുലിൻ്റെ പിന്നാലെ പോകാതെ ശബരിമലയിൽ സ്വർണം കട്ടവരിന് എന്തെങ്കിലും ഒരു ഉണ്ടാക്കുമോ? കോടികൾ നമ്മളുടെ ഭഗവാന്റെ കട്ട കൊണ്ട് പോയവർ സുഖമായി ജീവിക്കുന്നു. ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ്സിലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഗർഭമുണ്ട് എന്നും പറഞ്ഞ് നാറ്റിക്കാനാണ് ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന് ധൃതി കൂടുതൽ. കാരണം ഈ ശബരിമല സീസണിൽ ഈ ഒരു കഥ കൊണ്ട് ഇട്ടാലല്ലേ അവർക്ക് ഇലക്ഷനിൽ വോട്ട് പിടിക്കാൻ പറ്റുള്ളൂ. കാരണം രാഹുലിനെ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് പിടിക്കാൻ പാലക്കാട്ടുകാർ അത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ല കേട്ടോ. പാലക്കാട്ടുകാർക്കും ബുദ്ധിയൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പാലക്കാട്ടുകാർക്ക് തീരെ ബുദ്ധിയില്ലാന്ന്. അത് നിങ്ങൾക്ക് വെറും തെറ്റാണ്, മനസ്സിലായോ? ഞങ്ങളുടെ പാലക്കാട്ടുകാർ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രാഹുലിൻ്റെ ഗർഭം ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത്ര ചാനലുകാർ നീട്ടി വലിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ ഗർഭം ആരിൻ്റെയാണെന്ന് തെളിയിക്കാൻ ഇന്നത്തെ കാലത്ത് ഭയങ്കര സാങ്കേതിക വിദ്യകളെല്ലാം ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആ പെണ്ണിനെ വിളിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുക, ഗർഭം ആരിൻ്റെയാണ്, അതിൻ്റെ തന്ത ആരാണ്, അതിൻ്റെ ബീജം ആരിൻ്റെയാണ് അവളുടെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റിട്ട് ഇത് പറയാൻ പാടില്ല. ഒന്ന് ഏകാദശിയാണ്, ഒന്ന് ഞാൻ ഒരുപാട് ദൈവികമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് ഇത് പറയാൻ പാടില്ല. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവളെ നേരെ കൊണ്ടുപോവുക. ഇതിൽ പൊതുജനങ്ങൾ ഇടപെടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ആ പെണ്ണിനെ പിടിച്ച് നേരെ ചെക്കപ്പിന് കൊണ്ടുപോവുക. എന്നിട്ട് ഇത് ആരിൻ്റെ ഗർഭമാണ്, രാഹുലിൻ്റെ ഗർഭമാണോ, ഇല്ലെങ്കിൽ അവൾ ഇങ്ങനെ ഈ പണ്ട് സരിത, പിന്നെ ആരാണ്, വേറൊരു പെണ്ണും കൂടി വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ഇടയ്ക്ക്. ഓരോ ഇലക്ഷൻ സമയത്തും ഓരോ സ്ത്രീകളിനെ ഇതുപോലെ ഇറക്കാറുണ്ട്, ഗർഭമുണ്ട്, കൂടെ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഉമ്മൻചാണ്ടിന് വരെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞുണ്ടാക്കുന്ന വ്യക്തികളൊക്കെ ഇനി അനുഭവിക്കാൻ പോണേ ഉള്ളൂ, മനസ്സിലാവുണ്ടോ? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഗർഭം അവളിനെ നേരെ കൊണ്ടുപോവുക, ചെക്കപ്പ് ചെയ്യുക, ആ കുഞ്ഞിൻ്റെ തന്ത ആരാണെന്ന് കണ്ടുപിടിക്കുക. ചാനലുകാർ ആണത്തമുള്ള ചാനലാണെങ്കിൽ, ഇല്ലെങ്കിൽ തൻ്റെ ഇടമുള്ള ചാനലുകൾക്ക് ചെയ്യേണ്ട ഒരു പണി, ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോവുക, ചെക്കപ്പ് ചെയ്യുക, അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് പറയുക. എന്നിട്ട് രാഹുലാണെങ്കിൽ രാഹുലിന് ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അതാണ് എൻ്റെ അഭിപ്രായം. തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം. ഈ ഭൂമിയിൽ അതാണ് നിയമം. ശബരിമലയിലത്തെ ചെമ്പടക്കം കട്ടുകൊണ്ട് പോയവർ ഇന്ന് സുഖസുന്ദരമായിട്ട് കഴിയുന്നു. എന്നിട്ടൊരു ഗർഭത്തിൻ്റെ പേരും പറഞ്ഞാണ് ഈ ചാനലുകാർ മുഴുവൻ യൂട്യൂബിലാണെങ്കിലും ടി വിയിലാണെങ്കിലും സംസാര വിഷയം എല്ലാം രാഹുലിൻ്റെ ഗർഭത്തിലാണ് ഇപ്പോൾ നിൽപ്പ്. കാരണം ജനങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷനിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് ജനങ്ങൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തല്ലുപടി ഉണ്ടാക്കുന്നതും നമ്മൾക്ക് വേണ്ട, ഇതുപോലെ കട്ടോണ്ട് പോയി മുടിപ്പിക്കുന്നതും വേണ്ട. ഇതോട് കൂടിയിട്ട് എല്ലാ മതക്കാരും ഒന്നാണ്, എല്ലാ ദൈവവും ഒന്നാണ് എന്ന് ചിന്തിച്ച് ഈ അക്രമങ്ങൾക്കെല്ലാം ഒരു അറുതി വരുത്തണമെങ്കിൽ നമ്മൾ നല്ല ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവരിനെ നമ്മളുടെ ഭരണം ഏൽപ്പിക്കുക. ഈ സമയത്ത് നമ്മളുടെ ഒരു വോട്ട് എന്ന് പറയുന്നത് കോടികൾ വിലയുള്ള ഒരു വോട്ടാണ്. ആ വോട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല മനുഷ്യർക്ക്, നല്ല ഹൃദയമുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് ഉപകരിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായി അഭ്യർത്ഥന. അപ്പോൾ എല്ലാവർക്കും ബായ്, നമസ്കാരം.